ഇന്ന് ടീച്ചേഴ്സിന് കുട്ടികളോട് പറയേണ്ട കുറച്ച് സെന്റൻസ് ആണ് ഇന്നുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെന്റൻസുകൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഇതിന്റെ കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയ കുട്ടികളുടെ ക്ലാസ്സിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് ചെറിയ കുട്ടികൾ. അപ്പൊ ടീച്ചർമാര് സാധാരണ ടീച്ചേഴ്സ് ഒരു കുട്ടി ക്ലാസ്സിൽ കയറിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം യു മേ ഗോ ടു യുവർ പ്ലേസ്. നിന്റെ സ്ഥലത്ത് പോയിരിക്കുക. എങ്ങനെ പറയണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യു മേ ഗോ ടു യുവർ പ്ലേസ്. ഗോ ടു യുവർ പ്ലേസ്. ഗോ ടു യുവർ പ്ലേസ്. യു മേ ഗോ ടു യുവർ പ്ലേസ് എന്ന് പറയാം. യു മേ ഗോ ടു യുവർ പ്ലേസ്. ഇനി നമ്മൾ രാഹുൽ എന്ന കുട്ടിയോട് പറയാണ് ബ്ലാക്ക് ബോർഡിന്റെ അടുത്തോട്ട് വന്നിട്ട് ഈ പ്രോബ്ലം നീ ബ്ലാക്ക് ബോർഡ് ചെയ്യ് എന്ന് എങ്ങനെ പറയണം? രാഹുൽ കം ടു ദ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡിന്റെ അടുത്തേക്ക് നീ വരിക. രാഹുൽ കം ടു ദ ബ്ലാക്ക് ബോർഡ് ആൻഡ് റൈറ്റ് ദിസ് പ്രോബ്ലം ഓൺ ദ ബോർഡ്. ഈ പ്രോബ്ലം നീ ബോർഡിൽ എഴുത്. എങ്ങനെ പറയണം? രാഹുൽ കം ടു ദ ബ്ലാക്ക് ബോർഡ് ആൻഡ് റൈറ്റ് ദിസ് പ്രോബ്ലം ഓൺ ദ ബോർഡ്. ഈ പ്രോബ്ലം നീ ബ്ലാക്ക് ബോർഡിൽ എഴുത് എങ്ങനെ പറയണം? രാഹുൽ, ഇത് ടീച്ചേഴ്സ് എപ്പോഴും സംസാരിക്കും, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. രാഹുൽ കം ടു ദ ബ്ലാക്ക് ബോർഡ് ആൻഡ് റൈറ്റ് ദിസ് പ്രോബ്ലം ഓൺ ദ ബോർഡ്. രാഹുൽ, നീ ബ്ലാക്ക് ബോർഡിന്റെ അടുത്തോട്ട് വന്നിട്ട് ഇതിൽ നീ ഈ പ്രോബ്ലം എഴുത്. കുട്ടികൾക്കൊക്കെ ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ എങ്ങനെ പറയണം? രാഹുൽ കം ടു ദ ബ്ലാക്ക് ബോർഡ് ആൻഡ് പ്രോബ്ലം ഓൺ ദ ബോർഡ്. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടിയോട് എന്താന്ന് പറയാം? നീ അവിടെ പോയി തിരിച്ചു പോയിട്ട് ഇരിക്കുക എന്ന് പറയണം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമ്മൾ കുട്ടിയോട് എന്താ പറഞ്ഞേ? തിരിച്ചവിടെ പോയിട്ട് ഇരിക്കുക എന്നല്ലേ പറഞ്ഞേ? തിരിച്ചവിടെ പോയിട്ട് ഇരിക്കുക എന്ന് പറയും. അപ്പൊ നമുക്ക് എങ്ങനെ പറയണം? രാഹുൽ എന്ന് നമ്മൾ പറയില്ല. നമ്മൾ പിന്നെ രാഹുൽ എന്ന് വിളിച്ച് ടീച്ചർമാർ പറയൽ പിന്നെ കുറവാണ്. നിങ്ങൾ എങ്ങനെ പറയും? യു മേ ഗോ ബാക്ക് ടു യുവർ പ്ലേസ്. യു മേ ഗോ ബാക്ക് എന്ന് അവിടെ ചേർക്കണം. യു മേ ഗോ ബാക്ക് ടു യുവർ പ്ലേസ്. നീ തിരിച്ചവിടെ പോയിട്ട് ഇരിക്കുക എന്നാണ് പറയണേ. എങ്ങനെ പറയും? യു മേ ഗോ ബാക്ക് ടു യുവർ പ്ലേസ്. കയറി വന്നിരിക്കാനാണ് നമ്മൾ പറയണമെങ്കിൽ യു മേ ഗോ ടു യുവർ പ്ലേസ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് തിരിച്ചവിടെ പോയിട്ട് ഇരിക്കാനാണ് ബാക്ക് ചേർക്കണം. യു മേ ഗോ ബാക്ക് ടു യുവർ പ്ലേസ്. തിരിച്ചവിടെ പോയിട്ട് ഇരിക്കുക എന്ന് പറയണം. പിന്നെ എന്താണ്? ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയും അല്ലേ? ലിസൺ ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. എനിക്ക് നമ്മൾ ചെറിയ കുട്ടികളാണ് ടീച്ചേഴ്സ് അങ്ങനെ കൂടുതലും പറയുന്നത്. ബോർഡിൽ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയും ലിസൺ ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും പറയുക. എങ്ങനെ പറയണം? ലിസൺ ആഫ്റ്റർ മീ. എങ്ങനെ പറയണം? ലിസൺ ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. എങ്ങനെ പറയണം? ആഫ്റ്റർ മീ. ഇനി വേറെ എന്താണ്? ആരാണ് അവിടെ സംസാരിക്കുന്നത് നമ്മൾ ചോദിക്കും അല്ലെ? ആരാണ്? ഹു ഈസ് ടോക്കിംഗ് ദർ? ഹു ഈസ് ടോക്കിംഗ് ദർ? നമ്മൾ കുറച്ച് ടീച്ചേഴ്സ് ദേഷ്യത്തോടെ ചോദിക്കേണ്ട കാര്യമാണ്. ഹു ഈസ് ടോക്കിംഗ് ദർ അല്ലെ? ഹു ഈസ് ടോക്കിംഗ് ദർ. അപ്പൊ ആരാണ് അവിടെ സംസാരിക്കുന്നത്? എങ്ങനെ ചോദിക്കും? ഹു ഈസ് ടോക്കിംഗ് ദർ? സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് പേ അറ്റൻഷൻ. സംസാരം നിർത്തിയിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. എങ്ങനെ പറയും? സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് പേ അറ്റൻഷൻ. അറ്റൻഷൻ ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ കൊടുക്കുക. ഹു ഈസ് ടോക്കിംഗ് ദർ? സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് പേ അറ്റൻഷൻ. എങ്ങനെ പറയണം? ഹു ഈസ് ടോക്കിംഗ് ദർ? പേ അറ്റൻഷൻ അല്ലെ? ആരാണ് അവിടെ സംസാരിക്കുന്നത്? സംസാരം നിർത്തിയിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെ പറയണം? പല രീതിയിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഹു ഈസ് ടോക്കിംഗ് ദർ? സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് പേ അറ്റൻഷൻ. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ കൊടുക്കുക അല്ലെ? എങ്ങനെ പറയണം? ഹു ഈസ് ടോക്കിംഗ് ദർ? അറ്റൻഷൻ. അത് നിങ്ങൾ പഠിച്ചു. പിന്നെ ലിസൺ ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചിലപ്പോ ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, മഴയാണ്, നിങ്ങൾ ജനലുകളെല്ലാം ക്ലോസ് ചെയ്തിടൂ എന്ന് പറയും അല്ലെ? ഇറ്റ്സ് റെയിനിങ് സോ ക്ലോസ് ഓൾ വിൻഡോസ് അല്ലെ? മഴയാണ്, ജനലെല്ലാം ക്ലോസ് ചെയ്യൂ. എങ്ങനെ പറയണം? ഇറ്റ്സ് റെയിനിങ് സോ ക്ലോസ് ഓൾ വിൻഡോ. ഇറ്റ്സ് റെയിനിങ് വിൻഡോ. മഴയാണ്, നിങ്ങളെല്ലാം ജനൽ അടച്ചിടൂ. ഇറ്റ്സ് റെയിനിങ് സോ ക്ലോസ് ഓൾ വിൻഡോ. ഇനി അതേപോലെ നമ്മൾ പറയും ക്ലാസ്സിൽ ഭയങ്കര ചൂടാണ്, അപ്പോ വിൻഡോ എല്ലാം അടച്ചിട് നമ്മൾ പറയും. അപ്പൊ നമുക്ക് എങ്ങനെ പറയണം? ഇറ്റ്സ് വെരി ഹോട്ട് ഇൻ ദ ക്ലാസ് റൂം ടുഡേ. ഇന്ന് അല്ലെ? ഇറ്റ്സ് വെരി ഹോട്ട് ഇൻ ദ ക്ലാസ് റൂം ടുഡേ സോ
ഓപ്പൺ ഓൾ വിൻഡോ, എല്ലാ വിൻഡോയും നിങ്ങൾ തുറന്നിട്. എങ്ങനെ പറയണം? ഇറ്റ്സ് വെരി ഹോട്ട് ഇൻ ദ ക്ലാസ് റൂം ടുഡേ. ഇന്ന് ക്ലാസ്സിനകത്ത് ഭയങ്കര ചൂടാണ്. ഇറ്റ്സ് വെരി ഹോട്ട് ഇൻ ദ ക്ലാസ് റൂം ടുഡേ, സോ ഓപ്പൺ ഓൾ വിൻഡോ. അഗെയിൻ, ഓൾ വിൻഡോ, എല്ലാ ക്ലാസ് ജനലും നിങ്ങൾ തുറന്നിട്. ചൂടാണ്. ഇറ്റ്സ് വെരി ഹോട്ട് ക്ലാസ് റൂം ടുഡേ, വിൻഡോ, എല്ലാ ജനലും നിങ്ങൾ തുറന്നിട്. പിന്നെ എന്താണ്? നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ? ഡിഡ് യു ഡു ഹോംവർക്ക്? ഡിഡ് യു ഡു ഹോംവർക്ക്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യവുമാണ്. ഡിഡ് യു ഡു ഹോംവർക്ക്? ഡു ഹോംവർക്ക്. പിന്നെ നമ്മൾ ചോദിക്കുന്നതാണ് മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഡു യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇനി ചില കുട്ടികൾ ആൻസർ പറയുമ്പോൾ നമുക്ക് ഒട്ടും കേൾക്കില്ല. അപ്പൊ നമ്മൾ എന്തോന്ന് പറയണം? സ്പീക്ക് ലൗഡ്, ഉറക്കെ പറയുക. നമ്മൾ എങ്ങനെ പറയണം? സ്പീക്ക് ലൗഡ്, ഐ കാൻ ഹിയർ യു, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ചില കുട്ടികൾ തീരെ സൗണ്ട് കുറച്ചേ പറയുള്ളൂ, ചോദ്യമൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയണം? സ്പീക്ക് ലൗഡ്, ഐ കാൻ ഹിയർ യു, കേൾക്കാൻ കഴിയുന്നില്ല. സ്പീക്ക് ലൗഡ്, ഹിയർ യു. എങ്ങനെ പറയണം? സ്പീക്ക് ലൗഡ്, ഐ കാൻ ഹിയർ യു, കേൾക്കാൻ കഴിയുന്നില്ല. ഐ കാൻ ഹിയർ യു, കേൾക്കാൻ കഴിയുന്നില്ല. ഐ കാൻ ഹിയർ യു, അങ്ങനെ പറയണം. പിന്നെ നമ്മൾ ചോദിക്കുന്നതാണ്, രാഹുൽ വൈ ഹാവിൻ ടേക്കൺ ദ ബുക്ക് ടുഡേ? രാഹുൽ, നീ എന്താണ് ഇന്ന് ബുക്ക് എടുക്കാത്തത്? രാഹുൽ വൈ ഹാവിൻ ടേക്കൺ ദ ബുക്ക് ടുഡേ? രാഹുൽ, ഇന്ന് എന്താ നീ ബുക്ക് എടുക്കാത്തത്? രാഹുൽ വൈ ഹാവിൻ ടേക്കൺ ദ ബുക്ക് ടുഡേ? അഗെയിൻ, രാഹുൽ വൈ ഹാവിൻ ടേക്കൺ ദ ടുഡേ? ഇന്ന് എന്താ നീ ബുക്ക് എടുക്കാത്തത്? രാഹുൽ ടേക്കൺ ദ ബുക്ക് ടുഡേ. രാഹുൽ, എന്താണ് നീ ഇന്ന് ബുക്ക് എടുക്കാത്തത്? അപ്പൊ നമ്മൾ പറയും, നമ്മളെ ടീച്ചർമാർ പറയും, യെസ്റ്റർഡേ, ഇന്നലെയും ഇന്നും നീ മറന്നു എന്ന് പറയും അല്ലേ? യെസ്റ്റർഡേ ആൻഡ് ടുഡേ യു ഫോർഗോട്ട്. യെസ്റ്റർഡേ ആൻഡ് ടുഡേ യു ഫോർഗോട്ട്. ഇന്നലെയും ഇന്നും നീ മറന്നു. യെസ്റ്റർഡേ ആൻഡ് ടുഡേ യു ഫോർഗോട്ട്. ഇന്നലെയും ഇന്നും നീ മറന്നു. വാട്ട് ആർ യു ഡൂയിങ് അറ്റ് യുവർ ഹോം? നീ നിന്റെ വീട്ടിൽ എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് അറ്റ് ഹോം? യെസ്റ്റർഡേ ആൻഡ് ടുഡേ യു ഫോർഗോട്ട്. വാട്ട് ആർ യു ഡൂയിങ് അറ്റ് ഹോം? ഇതൊക്കെ നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ ചോദിക്കും, യെസ്റ്റർഡേ ആൻഡ് ടുഡേ യു ഫോർഗോട്ട്, വാട്ട് ആർ യു ഡൂയിങ് അറ്റ് ഹോം? വീട്ടിൽ എന്താണ് നീ ചെയ്യുന്നത്? രാഹുൽ വൈ ഹാവിൻ ടേക്കൺ ബുക്ക് എടുക്കാത്തത് എന്താണ്? യെസ്റ്റർഡേ ആൻഡ് ടുഡേ യു ഫോർഗോട്ട്, യു ഡൂയിങ് അറ്റ് ഹോം, വീട്ടിൽ എന്താണ് നീ ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. പിന്നെ വേറെ എന്താണ്? വേറെ ഒന്നും ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടില്ല. പിന്നെ എന്താണ്? ഇത് ഞാൻ ബുക്കിൽ എഴുതി വെക്കുന്നതിന്റെ കാര്യം ഉണ്ടാണ്. ചില സെന്റൻസ് ഒന്നും നമ്മൾ അന്നേരം ഓർക്കില്ല. ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതി വെച്ചാലും അന്നേരം നമുക്ക് ഓർമ്മയിൽ വരില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്താണ്? പുറത്ത് മഴയാണ്, ജനലെല്ലാം ക്ലോസ് ചെയ്യൂ. എങ്ങനെ പറയണം? ഇറ്റ്സ് റെയിനിങ്, സോ ക്ലോസ് ഓൾ വിൻഡോ, എല്ലാ വിൻഡോയും അടയ്ക്കൂ. ഇനി ബ്ലാക്ക് ബോർഡിന്റെ അടുത്തോട്ട് വരൂ എന്നെങ്ങനെ പറയണം? രാഹുൽ, നീ ഇങ്ങോട്ട് വാ, ബ്ലാക്ക് ബോർഡിന്റെ അടുത്തോട്ട് വാ എന്നെങ്ങനെ പറയണം? രാഹുൽ കം to the blackboard and write this problem on the blackboard. blackboard നീ ഈ പ്രോബ്ലം എഴുത് എന്ന് പറയണം. പിന്നെ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഡു യു അണ്ടർസ്റ്റാൻഡ്? പിന്നെ എന്താണ്? ലിസൺ ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ശ്രദ്ധിച്ച് എനിക്ക് ഞാൻ പറഞ്ഞതിന് ശേഷം പറയൂ. റിപ്പീറ്റ് ആഫ്റ്റർ മീ, ഞാൻ പറഞ്ഞതിന് ശേഷം പറയൂ. പിന്നെന്താണ്? ഹോംവർക്ക് എഴുതിയോ? ഡിഡ് യു ഡു ഹോംവർക്ക് ചെയ്തോ? ഡിഡ് യു ഡു ഹോംവർക്ക്? കുഞ്ഞു സെന്റൻസുകളാണ്. കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളോടാണ് നമ്മൾ ഇതൊക്കെ ചോദിക്കുന്നത് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയെ ഞാൻ അതിന്റെ ഒരു ലിങ്ക് ഇപ്പോൾ ഇവിടെ കൊടുക്കാം. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കുറച്ചും കൂടെ സെന്റൻസ് അതിനകത്തുണ്ട്. അപ്പൊ ഈ രണ്ട് വീഡിയോയുടെ സെന്റൻസുകൾ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറെ ആയി. അപ്പൊ അത് നിങ്ങളൊന്ന് ബുക്കിൽ എഴുതി ടീച്ചർമാർ പഠിക്കുക കേട്ടോ. ടീച്ചേഴ്സിന് ക്ലാസ്സിൽ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എന്താണ്? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു അല്ലേ? വേറെ എന്തുണ്ട് വിശേഷങ്ങൾ? ഇതൊരു 2-3 പേര് ചോദിച്ചതാണ് കൊച്ചു കുട്ടികളോട് എങ്ങനെയാണ് ടീച്ചർമാർ സംസാരിക്കുന്നത്, ടീച്ചേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത്. ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ടീച്ചേഴ്സ് കൊച്ചു പിള്ളേരോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ. അപ്പോ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടും കേട്ടും പറഞ്ഞും ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക.
പിന്നെ നമ്മൾ 15-ാം തീയതി മുതൽ 2 മാസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് 15-ാം തീയതി മുതൽ നമ്മൾ തുടങ്ങുകയാണ്. മെയ് 15 മുതൽ 2 മാസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. നിങ്ങൾ മറന്നു പോകരുത്. എനിക്ക് ഒരു കാര്യം, നമ്മൾ സ്ത്രീകൾ, എന്നെ പോലെയുള്ള സ്ത്രീകളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്. നിങ്ങൾ കുറേ പേര് പഠിച്ചവരായിരിക്കും. എന്നെ ഇപ്പോൾ വിളിക്കുന്നവരെല്ലാവരും തന്നെ പഠിച്ചവരാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. എന്നെ ഒത്തിരി പേര് അങ്ങനെ വിളിച്ചു. അപ്പോൾ മെയ് 15-ന് തുടങ്ങുന്ന ക്ലാസ്സിൽ പിന്നെ പഠിച്ചിട്ട് നമ്മുടെ അടുക്കളയിലായിപ്പോയ കുറേ സ്ത്രീകളുണ്ട്. സ്ത്രീകൾ പഠിക്കുക. നിങ്ങൾ കുറച്ചും കൂടി മനസ്സ് വെച്ചിട്ട് എനിക്ക് പ്രായമായല്ലോ, എന്നെ കൊണ്ട് ഇനി പറ്റുമോ, അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പഠിക്കാൻ വേണ്ടി വരിക. നമ്മൾ ഈ ക്ലാസ് മെയ് 15-ന് തുടങ്ങുന്ന ഈ ക്ലാസ് ഇംഗ്ലീഷിൻ്റെ ഏറ്റവും അടിസ്ഥാനം തൊട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് എനിക്കറിയത്തില്ല എന്നുള്ള ചിന്ത വേണ്ട. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് വേറൊരു ടൈമിലാണ്, പുരുഷന്മാർക്ക് വേറൊരു ടൈമിലുമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.